നമസ്കാരം. ഈ കുട്ടികളിൽ നമുക്ക് സ്വപ്നങ്ങൾ എങ്ങനെയാണ് ഇത് എവിടുന്നാ? ഞാൻ ആലപ്പുഴ ചേർത്തല. ഓക്കെ, പേര്. പറയൂ. സ്വപ്നങ്ങള് രാത്രി കാണുന്നതാണോ അല്ല മക്കളുടെ സ്വപ്നങ്ങളാണോ? രാത്രി കാണുന്നത് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ആഗ്രഹം. അതെ അതെ അതെ. ഇല്ലാത്ത കുട്ടികൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുവെച്ചാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാന്നല്ല, അവരെ തന്നെ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ സഹായിക്കും. അതിനാണ് ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ നമ്മൾ കലക്ടറെ വിളിക്കുന്നു, ചീഫ് ഗസ്റ്റ് ആയിട്ട് മന്ത്രിമാരെ വിളിക്കുന്നു, നല്ല സത്യസന്ധനായ ഒരാള് ഒരു പ്രോഗ്രാമിന് വിളിക്കുന്നു. അയാളെ കാണുമ്പോൾ സത്യസന്ധനാണെന്ന് തോന്നും, അപ്പൊ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കും. നമ്മൾ നെഹ്റുവിനെ എങ്ങനെയാ പഠിച്ചത്? മഹാത്മാഗാന്ധി എങ്ങനെയാ പഠിച്ചത്? നമ്മൾ വിവേകാനന്ദ സ്വാമികളെ എങ്ങനെയാ പഠിച്ചത്? നമ്മൾ ഓരോ വ്യക്തികളെയും പഠിച്ചത് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നമുക്ക് സോഷ്യൽ സയൻസിലും ലിറ്ററേച്ചറിലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ്. അങ്ങനെ പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിച്ചത്. അവരൊക്കെയാണ് നമ്മുടെ റോൾ മോഡൽസ്. ആ റോൾ മോഡൽസിലൂടെയാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, നമ്മൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ സിനിമകളാണ്. ഇപ്പൊ തേവള്ളിപ്പറമ്പിൽ എന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ കാണുമ്പോൾ ഉടനെ തന്നെ അതാവണം എന്ന ആഗ്രഹം നമ്മളിൽ ഉണ്ടാവും. പിന്നെ അയാൾ കലക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് പോകുന്നു. എൻ്റെ ഒരു മരുമകൻ ഒരു ഡോക്ടറായി AFMCയിലൊക്കെയാണ് പഠിച്ചത്. ഒരു ക്യാമ്പിൽ ഞാൻ അവനോട് അവന്റെ ആഗ്രഹം ഇതേ ചോദ്യമാണ് ചോദിച്ചത്, എങ്ങനെയാണ് സ്വപ്നങ്ങൾ ഉണ്ടാവുക? അവൻ പറഞ്ഞത്, ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് സ്റ്റൈലായിട്ട് ഒരാൾ വന്നിരുന്നു, അയാൾ ഡോക്ടറായിരുന്നു, അയാളെ പോലെ ആവണമെന്ന് ആഗ്രഹം. അന്ന് ഡോക്ടറിന്റെ പണിയാണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ല ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചത്, അയാൾ സ്റ്റൈലുള്ള ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ് എന്ന് തീരുമാനിക്കുക. ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവങ്ങളെയൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോ അല്ല, അതിന് 10ാം ക്ലാസ് വരെ ക്ഷമയല്ല. നമ്മൾ നഴ്സറി മുതല് 10ാം ക്ലാസ് വരെ എന്ന് പറയുന്നത് 13 കൊല്ലം സ്കൂളിലുണ്ട്. ആ 13 കൊല്ലം സ്കൂളിൽ പഠിപ്പിക്കുന്ന ഭാഗമായിട്ട് ഒരു കുട്ടിക്ക് എന്താവണം എന്നൊരു സ്വപ്നമെങ്കിലും ഉണ്ടാവണം. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വെറുതെ യാത്രയല്ല, യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ ബിൽഡിംഗ് എങ്ങനെയാണ് പണിയുന്നത്, ഇതെന്താണ് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഓരോ എക്യുപ്മെന്റ്സിനെ കുറിച്ചും. ഇപ്പൊ ഇന്നൊരു കുട്ടി IAS ആവണമെന്ന ആഗ്രഹം 12ാം ക്ലാസ് കഴിഞ്ഞു. അമ്മ എവിടെയാ ജോലി ചെയ്യുന്ന വെച്ചാൽ IT ഡിപ്പാർട്ട്മെന്റിലാണ്. എന്താണ് IT എന്ന് ചോദിച്ചു. ഇതുവരെ അമ്മയോട് ചോദിച്ചിട്ടില്ല ഈ IT എന്ന് പറഞ്ഞാൽ എന്താണ്. അത് ഇൻഫർമേഷൻ ടെക്നോളജി ആണെന്ന് കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അപ്പൊ ആ അമ്മ ഒരിക്കലും അത്തരം ചോദ്യങ്ങൾ, സ്കൂളിൽ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള കുറേ ലോകത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 7ാം ക്ലാസ് വരെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ പരിചയപ്പെടുക എന്നുള്ളതാണ്. അതിന് പകരം നിങ്ങളുടെ മക്കളെ അയക്കുന്നത് നഴ്സറി റൈം പഠിപ്പിക്കുന്ന ബാബ ബ്ലാക്ക് ഷീപ്പും ടിങ്കിൾ ടിങ്കിളും പഠിപ്പിക്കുന്ന വലിയ ജയിലുകളിലേക്കാണ്. ഒരാവശ്യമില്ലാത്ത സാധനമാണ് പഠിപ്പിച്ചു വിടുന്നത്. അതും ജീവിതവുമായിട്ടൊരു ബന്ധമില്ല. അവിടെ നിന്ന് മോക്ഷം കിട്ടാത്തടത്തോളം കാലം ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളൊക്കെ. ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം, ഡോക്ടർ TPS ഒന്ന് കാണൂ, 1-2 വീഡിയോസ് എങ്കിലും. എന്താണ് വിദ്യാഭ്യാസം 3 വയസ്സ് മുതൽ 3ാം ക്ലാസ് വരെയെങ്കിലും എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതിന്റെ ആദ്യത്തെ ട്രെയിനിങ് ഒക്കെ ഡൽഹിയിൽ അറ്റൻഡ് ചെയ്ത ആളാണ് ജിമ്മി മാത്യു, ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെ AI ഉപയോഗിക്കാം, എങ്ങനെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിക്കാം, എങ്ങനെ ക്ലാസ് മുറികൾ അങ്ങനെയാക്കി മാറ്റാം. നിങ്ങൾക്ക് ഏത് തുക്കട ജോലി ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് സ്വന്തം കാശ് ഉണ്ടാക്കാം ഇത്തരം സെന്ററുകൾ തുടങ്ങിയാൽ. കുറച്ചു പേരൊക്കെ ഞാൻ പറഞ്ഞത് കേൾക്കുകയും അവിടെ ഇവിടെയൊക്കെ തുടങ്ങുകയും അറ്റ്ലീസ്റ്റ് ചില സ്കൂൾസിലൊക്കെ ഒരു ദിവസമെങ്കിലും ഈ എന്റെ കൺസെപ്റ്റ് പ്രാബല്യത്തിൽ വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രാവശ്യം കോട്ടയത്ത് ഒരു സ്കൂൾ പോയ സമയത്ത് പറഞ്ഞു നിങ്ങളത് പ്രാബല്യത്തിൽ വരുത്തണം. അപ്പോൾ ഒരു ദിവസം നടത്താൻ നേരിട്ടിട്ടുണ്ട്. ക്ലാസ് മുറിയുടെ സംവിധാനം തന്നെ മാറ്റാൻ തീരുമാനിച്ചു.
മാനേജർ വന്നു, ഞാൻ പോയി ഇങ്ങനെയൊക്കെയാണ് ആവേണ്ടതെന്ന് പറഞ്ഞു, എന്റെ ഡ്രോയിങ് ഒക്കെ തരാം, മാറ്റാം എന്ന് ഏറ്റിട്ടുണ്ട് ഒരു ക്ലാസ് മുറിയെങ്കിലും. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. ശ്രദ്ധ നല്ലപോലെ ഉണ്ടായാൽ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും പാരന്റ്സും മാറിയാൽ അടുത്ത ജനറേഷനിലെങ്കിലും അവർക്ക് വേണ്ടത് പഠിക്കാനുള്ളൊരു തോന്നൽ ഉണ്ടാവും. നമ്മൾ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ കമേഴ്ഷ്യലി ഡ്രിവൺ ആണ്. ഈ പുസ്തക കമ്പനികളാണ് എന്റെ ലെക്ചർ പോലും സ്പോൺസർ ചെയ്യുന്നത്. ഞാൻ അവർക്കെതിരെയാണ് ചിലപ്പോൾ പറയാറുള്ളത്. ഇപ്പൊ മാക്മിലൻ കമ്പനിയാണ് ഇപ്രാവശ്യം എന്റെ കേരള ട്രിപ്പ് പിന്നെ എന്നെ കൊണ്ടുപോയതും ക്ലാസ് എടുപ്പിച്ചതും ഒക്കെ. അവർക്കെതിരെയാണ് ഞാൻ പറയുന്നത്. അത്തരം ബുക്കുകളല്ല നിങ്ങൾ പഠിക്കേണ്ടതെന്നാണ് ഞാൻ അവിടെ പറയുന്നത്. ഓക്കെ, അവരാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്താ പഠിപ്പിക്കേണ്ടത്. NCERT എന്ത് ബുക്കാണോ പ്രിന്റ് ചെയ്തിട്ട് ഡൽഹിയിൽ നിന്ന് വരുന്നത് അതാണ് ഇന്ത്യയിൽ ഫുൾ പഠിപ്പിക്കുന്നത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടും അത് നടക്കുന്നില്ല. അപ്പൊ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള കർഷകന്മാരെ പരിചയപ്പെടുക, കുറെ പ്രോജക്റ്റുകൾ ചെയ്യുക. അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് ഉണ്ടാവും, ചിന്തകൾ മാറും, എനിക്ക് ഇന്നതാവണം എന്നുള്ള ഭാവം ഉണ്ടാവും. അത് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം.